അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചാലേ ഈ ഹോണ്ട സിറ്റിയുടെ സസ്പെൻഷൻ വർക്കാണ്. അതായത് വണ്ടി 40 സ്പീഡിൽ ഓടിക്കുമ്പോൾ ആകെ കുടച്ചിലും വൈബ്രേഷന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ്റെ വർക്കാണ് പുതിയ വന്നത്. പിന്നെ ടയർ ഇവിടെ ഉണ്ട്. ടയർ കംപ്ലീറ്റ് പോയി ചേരുന്നു. പിന്നെ ഇവിടെ ഡിസ്ക് ഉണ്ടില്ലേ, ഡിസ്കിൻ്റെ റോട്ടർ നല്ല തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാണ്ട് ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ആക്സിൽ കംപ്ലൈൻ്റ് ഉണ്ട്, ലിങ്ക് റോഡൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആക്സിലിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ടാണ് എന്ത് ഈ 40 സ്പീഡ് പോകുമ്പോൾ വൈബ്രേഷന് കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയെങ്കിൽ കംപ്ലീറ്റ് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സാധനങ്ങൾ അയച്ചു വെക്കാണ്ട് പിന്നെ പുതിയ സാധനങ്ങൾ കൂടുതൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി ലിഫ്റ്റിൻ്റെ മേലിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഇതാക്കിടുക ഉണ്ടാവുന്നിടാ. സ്റ്റെയറിങ് ലോക്ക് ഓപ്പൺ ആക്കി കാണുന്നുണ്ടാ. സ്റ്റെയറിങ് ചാവിയിട്ട് ലോക്ക് ഓപ്പൺ ആക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ളതായതുകൊണ്ട് ലോക്ക് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇത് വണ്ടി പൊക്കാനുള്ളതാണ്. കാരണം പൊക്കി കഴിഞ്ഞാൽ പിന്നെ കാത്തുക പൊന്തിക്കുക പിന്നെയും അങ്ങനെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റാറിങ്ങിൻ്റെ ലോക്ക് കയറിക്കുക, നമുക്ക് വണ്ടി പൊക്കാം. ഈ ലോവറാമിൻ്റെ ഇത് കാണില്ലേ, ഈ ലോവറാമിൻ്റെ ഉള്ളിലത്തെ ബുഷ് പോയിട്ടുണ്ട്, ഇത് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ആക്സിൽ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ആക്സിലിൻ്റെ പ്രശ്നമാണ് 40 സ്പീഡിൻ്റെ മേലൊക്കെ ഉണ്ടായപ്പോഴത്തേന് വൈബ്രേഷൻ വരുന്നത്, അത് കൊടയാണ് വണ്ടി. അപ്പോൾ ആക്സിൽ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പുതിയത് മേടിച്ചിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ റീസെറ്റ് ചെയ്യാണ്. ലിങ്ക് റോഡ് മാറ്റാണ്ട് പിന്നെ ഈ ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. 2 ഷോക്കും മാറ്റി 2 ആക്സിൽ മാറ്റിയിട്ടുണ്ട്. എന്താ സൗണ്ട് നോക്കാം, ഈ ഷോക്ക് 2 ആക്സിലും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വർക്ക്. പിന്നെന്താണ്, അപ്പോൾ അതങ്ങനെ ഇവിടെ വേണ്ടി കാത്തട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഈ സസ്പെൻഷൻ വർക്ക് എടുക്കുമ്പോൾ ആക്സിൽ നെട്ട് ലൂസാക്കാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഈ ആക്സിലെ നെട്ട് ലൂസാക്കിയിടണം 2 സൈഡും. പിന്നെ എന്ത് ചെയ്യണം, സ്റ്റെയറിങ്ങിൻ്റെ